തമിഴ്നാട് കാഞ്ചീപുരത്ത് കൊറിയർ കമ്പനി വാഹനത്തിൽ നിന്ന് 4.5 കോടി രൂപ തട്ടിയ മലയാളി കവർച്ചാ സംഘം പിടിയിലായി. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 20-നാണ് ദേശീയപാതയിൽ വെച്ച് കവർച്ച നടക്കുന്നത്. തമിഴ്നാട് പോലീസിന്റെ പ്രത്യേക സംഘം കേരളത്തിലെത്തിയാണ് സംഘത്തെ പിടികൂടിയത്. ചെന്നൈ ബംഗളൂരു ദേശീയപാതയിൽ കാഞ്ചീപുരത്തിന് സമീപത്ത് വെച്ചാണ് ഓഗസ്റ്റ് 20-ന് കവർച്ച നടന്നത്. കൊറിയർ കമ്പനി വാഹനത്തെ പിന്തുടർന്ന സംഘം ആയുധങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പണം തട്ടുകയായിരുന്നു. വാഹനത്തിലുണ്ടായിരുന്ന 4.5 കോടി രൂപയും വിലപിടിപ്പുള്ള പാഴ്സൽ വസ്തുക്കളും സംഘം തട്ടിയെടുത്തു. തുടർന്ന് ഡ്രൈവർമാരെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ചു. മുംബൈ സ്വദേശിയായ ജതിന്റെ ഉടമസ്ഥയിലുള്ളതായിരുന്നു കൊറിയർ കമ്പനി. വിലപിടിപ്പുള്ള വസ്തുക്കൾ രാജ്യമെമ്പാടും എത്തിച്ച് നൽകുന്നതാണ് കമ്പനിയുടെ പ്രധാന ഇടപാട്. ജതിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ തുമ്പൊന്നും കിട്ടിയില്ല. തുടർന്ന് പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മലയാളി കവർച്ചാ സംഘം പിടിയിലാകുന്നത്. പാലക്കാട്, കൊല്ലം, തൃശൂർ ജില്ലകളിൽ നിന്നുള്ളവരാണ് പ്രതികൾ. കുഞ്ഞി മുഹമ്മദ്, സന്തോഷ്, സുജിലാൽ, റിഷാദ്, ജയൻ എന്നിവരാണ് പിടിയിലായിരിക്കുന്നത്. 12 പേരെ ഇനിയും പിടികൂടാനുണ്ട്. ഇവരെ കണ്ടെത്താനായി ഒരു സംഘം കേരളത്തിൽ തന്നെ ക്യാമ്പ് ചെയ്യുകയാണ്. അറസ്റ്റിലായവരെ കസ്റ്റഡിയിൽ വാങ്ങി പണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.